ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എന്തോ ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ചാടി അടിച്ചു. എന്താ സംഭവം നോക്കാൻ വേണ്ടിട്ട്. എന്ത് സൗണ്ട് കേട്ടു വേണ്ട? എന്തോ ഒരു ഒരു ചെലങ്കന്റെ എന്തൊക്കെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ അടിച്ചത്. പക്ഷെ എന്താന്നറിയില്ല, ഷർട്ട് ഇളകണ പോലെ തോന്നി. അതായത് ഈ ഇട്ട ഷർട്ട്? ഞാൻ ഇട്ട ഷർട്ട് ഇങ്ങനെ പിടിച്ചു വലിക്കണ പോലെ തോന്നി. പെട്ടെന്ന് ഞാൻ നോക്കി ഇതെന്താണ് പിടിച്ചു വലിക്കണം. നോക്കുമ്പോ പെട്ടെന്ന് എന്റെ കാല് പിടിച്ചൊരു ഒറ്റ വയ്ക്കാൻ കട. അങ്ങോട്ട് പോയേ? അവിടെ ഓടിയെത്തിയാ? കാരണം അവിടെ ക്യാമറ ഇല്ലട്ടാ. ഇല്ല, അങ്ങോട്ട് ഓടിത്തണ പോലെ തന്നെ ഇവിടുന്ന് എന്തൊരു സാധനം വന്നു കഴിഞ്ഞിട്ട് എന്നെ പെട്ടെന്ന് ഇങ്ങടെ അടിച്ചു. എന്നറിയാൻ പാടില്ല, പെട്ടെന്ന് അങ്ങോട്ട് എത്തുമ്പോ തന്നെ അവിടെ ഓർഡർ എത്തുമ്പോ തന്നെ പെട്ടെന്ന് സാധനം വന്നിട്ട് എന്നെ ഇങ്ങോട്ട് തന്നെ വലിച്ചിട്ടു. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് സൗണ്ടും ഇല്ല, ക്യാമറയുടെ ഒരു സൗണ്ട്. അതായത് അന്ന് രാത്രി പോകാൻ കിടന്നപ്പോഴും ഉണ്ണി കിടന്നപ്പോഴും ഉണ്ണിക്ക് സൗണ്ട് കൊടുത്തിരിക്കുന്നു അറിയില്ല. അപ്പൊ എന്തായാലും നമ്മളെ നാരങ്ങ കൂടി ഇവിടെ വെച്ചിട്ട് ഒരു അവസാന ഘട്ട പരീക്ഷണം നമ്മൾ നടത്തും. എടാ ഭവിയേ, 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 എടാ എണീക്ക. എന്തുണ്ടായി? കുഴപ്പമില്ല, ഓക്കെയല്ലേ? ഞങ്ങളെ ക്യാമറയിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും കണ്ട് പേടിക്കാൻ എന്തെങ്കിലും സംഭവിച്ചാ? വെള്ളമാണ് കുപ്പിയിൽ വെള്ളം തരാ. എടാ ഈ കുപ്പിയിൽ വെള്ളം ഉണ്ടായിരുന്നല്ലോ, വെള്ളം കുടിച്ചേ? വെള്ളമൊക്കെ ഞാൻ ഇന്നത്തെ രാത്രി തന്നെ കുടിച്ചു. എന്തെങ്കിലും കണ്ട് പേടിച്ചാ? പേടിച്ചാ ഞാൻ രാത്രി വന്നിട്ട് പായ വിളിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ട് പായ വിളിച്ചിട്ട് അങ്ങനെ കിടന്നില്ലേ? കിടന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉറക്കം കിട്ടണല്ലോ. ഇടക്കിടക്ക് കണ്ണെന്ന് ഇങ്ങനെ നോക്കുന്നു. ഇടക്ക് കണ്ണു തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കും. അപ്പോഴൊന്നും കുഴപ്പമില്ല. ഞാൻ വീണ്ടും കണ്ണടക്കും. ഇതെന്തോ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്ന പോലെ തോന്നും. ഞാൻ വീണ്ടും അടിക്കും. എന്തോ പിന്നെ ഞാൻ എന്തായി പിന്നെ കിടന്നുറങ്ങി. അപ്പോൾ ഉറങ്ങാൻ നിൽക്കുന്ന ടൈമിൽ പെട്ടെന്ന് കഴുത്തിലെന്തോ ഇങ്ങനെ വന്ന് പിടിക്കുന്ന പോലെ തോന്നല്. ആ 2 മണി ടൈമിൽ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ആക്സിഡന്റ് അതേ സമയത്ത് കാണാൻ പറ്റുന്നുണ്ടാവും. എനിക്ക് വിശ്വസിക്കാൻ പറ്റണല്ലേ. ഇപ്പൊ ഞാൻ നിങ്ങളൊന്ന് വിളിക്കുമ്പോ വരെ ഞാനിങ്ങനെ സ്വപ്നം കണ്ടിട്ട് ഞാൻ ഉറങ്ങായിരുന്നു. ഞാൻ വേറൊരു ഇതിലായിരുന്നു. ശരിക്കും ഉറങ്ങിയിരുന്നേ? ഇല്ല, ഞാൻ ഒരു 3 മണി 4 മണി വരെ അത് കഴിഞ്ഞിട്ട് ശേഷം ഞാൻ ഉറങ്ങണത്. ഇതുവരെ എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല. പെട്ടെന്ന് എന്തോ ഒന്ന് കണ്ടിട്ട് ബോധം പോയതില്ല. എന്താണ് കണ്ടതെന്ന് ഓർമ്മ? കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എന്തൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞ ചാലഞ്ച് വെക്കണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പൊ തോന്നുന്നത്. സത്യത്തിൽ കൂട്ടുകാരെ, ഇവനെ ഇപ്പോ രാത്രി സമയം 3 മണി, ഇവൻ പറഞ്ഞ പോലെ 3 മണി 4 മണി ഒന്നും ആയിട്ടില്ല ഇപ്പോൾ ഉറങ്ങിയ സമയത്ത്. ഇപ്പം സമയം ഏകദേശം 4 മണി ആ ടൈമാണ്. അതായത് ഇവൻ ഈ രാത്രി ഈ റൂമിൽ നിന്ന് എന്തോ കണ്ട് പേടിച്ച സമയം നമ്മൾ ക്യാമറയിൽ കണ്ടിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ രാത്രി വന്നിട്ടുള്ളത്. ഈ രാത്രി ഞങ്ങളിപ്പോൾ ഇതിലൂടെ കയറി വരാനുള്ള അവിടെ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അത് തോന്നിയാണ്. അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഇവൻ ഇപ്പോൾ ചെറിയൊരു ഷോക്കിലാണ് കേട്ടോ. ഈ ഒരു ഷോക്ക് മാറിയാൽ മാത്രമേ നമുക്ക് ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചു, എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം നമ്മളെ ക്യാമറയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവൻ എന്താണ് കണ്ടെന്നുള്ള കാര്യം ഇവനോട് ചോദിക്കണം. അത് നാളെ രാവിലെയാണ് ചോദിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചോദിച്ചു നോക്കണം. ചോദിച്ചു അവനിപ്പോഴായിരുന്നു ആ പേടിയൊന്നും വിട്ടിട്ടില്ല എന്നുള്ളത്. എനിക്ക് നമ്മൾ എത്ര നേരം തട്ടി വിളിച്ചിട്ടാണ് എന്തെങ്കിലും ഓർക്കാൻ കഴിയണ്ടല്ലേ? ഓർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എന്തൊക്കെ ഒരു രൂപം കണ്ടേക്കുന്നു. പക്ഷെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റിയില്ല. എന്താണ് പിന്നെ ആകെ ഇൻകൃതിയാക്കി കളഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഞങ്ങൾ ഇവനൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഇവൻ എന്താ കണ്ടു എന്നുള്ള കാര്യം നാളെ ഞങ്ങൾ ചോദിച്ചിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. രാത്രി ഉറക്കങ്ങളില്ലാത്ത ദിവസങ്ങളാണ് സത്യം പറഞ്ഞാൽ. ഒരാൾക്ക് വേണ്ടി ആദ്യം കാവലിരിക്കും, അടുത്ത ദിവസം ഇവന് വേണ്ടി കാവലിരുന്നിട്ടില്ല. കാരണം നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. ഒന്നാമത്തെ ഇവൻ ചലഞ്ചായിട്ട് ഇവിടെ വന്ന് കിടന്ന് ഞങ്ങൾക്ക് ഏകദേശം ഈ റൂമിൻ്റെ ഒരു അവസ്ഥ നമുക്ക് അറിയണോണ്ട് ഞങ്ങൾ കൂടുതലായിട്ട് കാവലൊന്നും ഇരുന്നില്ല. ലാസ്റ്റ് രാത്രി ഏകദേശം ഒരു 2 മണി ആ ടൈം ആയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ക്യാമറ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഇവൻ ഇവിടെ കിടക്കണതാണ് കണ്ടത്. ആ ഒരു സീൻ കണ്ടിട്ടാണ് ഞങ്ങളിങ്ങോട്ട് വന്നത്.
ഇവിടെ വന്നപ്പോൾ എന്താണ് ഉണ്ടായത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോയി പറയും. ഇപ്പോൾ ഏകദേശം 6 മണിയായിട്ടുണ്ട് സമയം. ഈ സമയത്ത് ഞങ്ങൾ രാവിലെ ഫസ്റ്റിനെ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പിന്നെ ഏകദേശം അതിന് ശേഷം പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നിട്ടില്ല. അപ്പോൾ ആ ചൂടോട് കൂടിയിട്ട് ഇവനോട് കാര്യം ചോദിക്കാൻ വിചാരിച്ചു. അത് മാത്രമല്ല ഇപ്പോൾ അവൻ പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇവനോട് കാര്യങ്ങളാണ് ചോദിച്ചിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അറിയാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്താണ് അവസ്ഥ? റൂമിൽ എന്തെങ്കിലും ഫീൽ ചെയ്തോ? എന്തെങ്കിലും കിടന്ന സമയത്ത് എന്തെങ്കിലും തോന്നേ? എന്തെങ്കിലും സ്വപ്നത്തിലാ? സ്വപ്നത്തിൽ അങ്ങനെ എന്തെങ്കിലും എനിക്ക് അനുഭവപ്പെടുക നിനക്ക് തോന്നിയോ? തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ രാത്രി എപ്പോഴെങ്കിലും ഞാനിന്ന് രാത്രി വന്നിട്ട് നിങ്ങൾ ചാർജ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഡോർ അടച്ചോന്ന് പറഞ്ഞില്ലേ, അങ്ങനെ അടച്ചോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വന്ന് കിടന്ന് പായൊക്കെ വിരിച്ച് കിടന്ന് കിടന്നിട്ട് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ നടക്കണമെന്ന് എനിക്ക് അറിയണ്ടേ. ഞാനിങ്ങനെ പായൊക്കെ വിരിച്ച് കിടന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കണ്ണടച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും നീങ്ങണ്ടോ എന്തെങ്കിലും ഇതാക്കണ്ടോ. നിങ്ങൾ മറ്റേ വീഡിയോയിലുണ്ടല്ലോ ഏത് തുണി നീങ്ങണ ആ സാവിത്രി എന്നുള്ള ആ ഒരു തുണി നീങ്ങണ സീൻ ഉണ്ടല്ലോ, ഞങ്ങൾ കയറിട്ട് വലിച്ച്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കയറിട്ട് വിളിച്ചത് ഞാൻ പറഞ്ഞത്. അതായത് ആ വീഡിയോയുടെ അടിയിൽ വന്നിരുന്നത് ഞങ്ങൾ കയറിട്ട്. അതുകൊണ്ട് ഞാൻ ചാലഞ്ച് വെക്കാൻ തന്നെ കാരണം 5000 രൂപയ്ക്ക് വെച്ച് വെക്കാൻ തന്നെ കാരണം അതാ. അങ്ങനെ ഞാൻ കുറച്ചേരം കിടന്ന് ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണ് നീച്ച് നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കിടക്കുന്ന ടൈമില് പിന്നെ പെട്ടെന്ന് എനിക്ക് നൈസായിട്ട് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എന്തോ ഒരു സൗണ്ട് കേട്ടപ്പോ ഞാൻ ചാടി എണീച്ചു. എന്താ സംഭവം നോക്കാൻ വേണ്ടിട്ട്. എന്ത് സൗണ്ട് കേട്ടു ഓർമ്മണ്ട? എന്തോ ഒരു ചെലങ്കന്റെ എന്തൊക്കെ സൗണ്ട് കേട്ടിട്ടാ ഞാൻ എണീച്ചത്. പക്ഷെ എന്താന്നറിയില്ല. അങ്ങനെ ചെലങ്ക പോലെ കേട്ടാ? ഒരു ചെയിൻ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോണ പോലത്തെ ഒരു സൗണ്ടാ കേട്ടത്. ചെലങ്ക അല്ല, ഒരു ചെയിൻ ഇങ്ങനെ വലിക്കണ പോലത്തെ സൗണ്ടാ കേട്ടത്. അങ്ങനെ ഞാന് കാര്യാക്കില്ല. ചിലപ്പോ ഞാൻ വല്ല നായ്ക്കളെങ്ങാനും ചെയിൻ പൊട്ടിച്ചിട്ട് ഓടിയാന്നൊക്കെ ഈ പറമ്പിലൊക്കെ ഇങ്ങനെ നായ്ക്കളുള്ളതാണ്. അപ്പൊ ഞാൻ അതാന്ന് വിചാരിച്ചത്. ഞാൻ വീണ്ടും കിടന്നു പോയി. വീണ്ടും കിടക്കാൻ നോക്കി. അങ്ങനെ കിടക്കുന്ന ടൈമില് പെട്ടെന്ന് ഞാൻ കണ്ണൂർ നോക്കുമ്പോണ്ട് ഷർട്ട് ഇളകണ പോലെ തോന്നി. അതായത് ഇട്ട ഷർട്ട്? ഞാൻ ഇട്ട ഷർട്ട് ഇങ്ങനെ പിടിച്ചു വലിക്കണ പോലെ തോന്നി. പെട്ടെന്ന് ഞാൻ നോക്കി ഇതെന്താണ് പിടിച്ചു വലിക്കണത്. നോക്കുമ്പോ പെട്ടെന്ന് എന്റെ കാല് പിടിച്ചൊരു ഒറ്റ വലിക്കങ്ങട്. അത് സ്വപ്നത്തിലാണോ വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ ഞാനിത് ഡയറക്റ്റ് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇപ്പൊ നിങ്ങളായിട്ട് ചാലഞ്ച് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പോലും അത് വിശ്വസിക്കില്ല. എന്റെ കാല് പിടിച്ച് വലിച്ചെന്ന് പറഞ്ഞ ശരിക്കും വലിച്ചു. ശരിക്കും ഇവിടെയാണ് കിടന്നിരുന്നത്. ഇവിടെ ഏതൊരു ഇവിടെ തന്നെ കിടന്നിരുന്നത്. ഇവിടെ തന്നെ. അങ്ങനെ പെട്ടെന്ന് എന്റെ കാല് പിടിച്ചാണ്ട് വലിച്ചപ്പോ ഞാൻ എന്താ ചാടി അണിച്ചു. അപ്പൊ നോക്കുമ്പോണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എല്ലായിടത്തും നോക്കണ ടൈമിലുണ്ട് ഈ തുണി അതാ ദേ കിടക്കണ തുണി. ഈ തുണി ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പോണു. ഈ തുണി ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പോണു. അപ്പൊ ഞാൻ അങ്ങനെ കാണാം സാവിത്രി എന്നുള്ള പേര്. നമ്മളാ ദൈവമേ, ഞാൻ വീഡിയോ കണ്ട അതേപോലെ കറക്റ്റ് ഇങ്ങനെ സാവിത്രി. ഇത് എഴുതിയ പോലെ ഒന്നല്ല, അതിനെക്കാട്ടി ഇങ്ങനെ ഒരു പ്രത്യേക ഒരു റിഫ്ലക്ട് പോലെ ഒരു സാധനം ഇങ്ങനെ എഴുതി ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ പോകുമ്പോ തന്നെ ഇതിങ്ങനെ റിഫ്ലക്ട് ആവുക. ഞാനിത് കണ്ടപ്പോ ഇങ്ങൃതി എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് വെച്ചില്ല. ഇതിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാലും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടാൽ എന്നുള്ള റോളായിരുന്നു. ഞാൻ എന്നിട്ട് ഇവിടെ കിടന്നു കഴിഞ്ഞിട്ട് എന്തൊക്കെ അക്രമങ്ങൾ കാണിച്ചിരുന്നു. പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്താ ഉണ്ടായിരുന്നുള്ളത്. കാണിച്ച കാര്യങ്ങളൊക്കെ ശരിക്കും ഞങ്ങൾ ആ ക്യാമറയിൽ കണ്ടു. കണ്ടിട്ടാണ് ഞങ്ങൾ ക്യാമറ കണ്ടാലും എനിക്ക് മനസ്സിലാവുള്ളൂ ഇനി എന്തൊക്കെ അന്ന് നടന്നത്. അന്ന് രാത്രിയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടോ എനിക്ക് അത്രേ മനസ്സിലാവുള്ളൂ. സത്യത്തില് സംഭവിച്ചതാണോ ഉറക്കത്തിൽ തോന്നിയതാണോ? പെട്ടെന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സ്വപ്നം പോലെ ആയിട്ടാണ് തോന്നിയത്. ഇപ്പൊ നിങ്ങളടുത്ത് നിൽക്കുമ്പോ തന്നെ എനിക്കൊരു സ്വപ്നമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ശരിക്കും ലൈഫില് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു പ്രത്യേകത ഒരു എഫക്റ്റ് ആണ് കിട്ടിയത്. ഇങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ദൈവവിശ്വാസം എന്ന് പറഞ്ഞ സംഭവമില്ല. ദൈവവിശ്വാസം പിശാചികളെല്ലാം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ വീട്ടിൽ പോകുമ്പോ അമ്മ പറയുന്നത് വൈകുന്നേരം നീ പുറത്തേക്ക് ഇറങ്ങണ്ട, 5 മണിക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങണ്ട, എന്തെങ്കിലും കണ്ട് പേടിക്കൂട്ടെന്നൊക്കെ പറയും. പക്ഷെ നമ്മളെപ്പോഴൊന്നും കാര്യമൊക്കെ. പക്ഷെ ഇന്നേ വരെ ഇപ്പൊ 10-30 വയസ്സായി നമ്മൾ ഇന്നേ വരെ ഒന്നും കണ്ടിട്ട് പേടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ വീഡിയോ ഇടുമ്പോ പല വീഡിയോകളൊക്കെ ഞാൻ ഇരുന്ന് കാണലുണ്ട്. പക്ഷെ ഇങ്ങനെ വീഡിയോ ഇട്ടപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ എങ്ങനെയും എൻകറേജ് ആക്കണം എന്നാ തോന്നിയത്. പക്ഷെ ഇങ്ങനെ ഒരു എൻകറേജ് വന്ന് നോക്കുമ്പോ എനിക്കിപ്പോ കറക്റ്റ് ആയിട്ട് തോന്നണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പിശാചികൾ ദൈവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ,
ഇതിലേ സംഭവം എന്താ വെച്ചാൽ ഇന്നലെ ഞങ്ങളൊരു ബെറ്റ് വെച്ചിരുന്നു 5000 രൂപയുടെ ബെറ്റ്. അപ്പോൾ ഈ 5000 രൂപ ഞങ്ങൾ ഇവനെ കൊടുക്കണ്ട. എങ്ങനെയുണ്ട്? അടുത്ത് തരാം അല്ലേ? തന്നാ സന്തോഷമായി. തന്ന സന്തോഷം. നമ്മൾ തമ്മിലുള്ള ബെറ്റ് എന്താ വെച്ചാൽ ഇതിനുള്ളിൽ കിടക്കുന്നതായിരുന്നു. അത് നോർമലാണോ അബ്നോർമലാണോ അത് വിഷയമല്ല. അത് വിഷയമൊന്നുമല്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പൊ എന്തെങ്കിലും ഉണ്ട് തോന്നുന്നുണ്ടോ? ഇതിന്റെ ഉള്ളിൽ ഇനി ഞാൻ കിടക്കില്ല എന്തായാലും. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ എന്തോ സംഭവം ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് ഉറപ്പിച്ച്. അതെ. ഇത് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്, ഇത് ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ലാസ്റ്റ് അവസാനമായിട്ട് ബാലേട്ടൻ കൊണ്ടുവന്ന തീർത്തും അതുപോലെ തന്നെ നാരകയും ഈ റൂമിൽ വെക്കാനുള്ള പ്ലാനിങ് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ ഇടയിലാണ് നമ്മളെ മച്ചാനിങ്ങനെ വിളിച്ച് ശല്യം ചെയ്തിട്ട് ഈ റൂമിൻ്റെ ഉള്ളിൽ അത് കിടക്കണം എന്ന് പറഞ്ഞത്. ഇത്രയും ഞങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ റിസ്ക് എടുത്തിട്ടുള്ളത്. ഒരിക്കലും ഞങ്ങൾ അവരെ നിർബന്ധിച്ചിട്ടില്ല. ഞങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കിടക്കണം എന്നുള്ളത്? ഇല്ല, പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് എത്ര വട്ടം ചോദിച്ചിട്ടുണ്ടാവും ബ്രോ ഇതിൻ്റെ ഉള്ളിൽ കിടക്കണം എന്നുള്ളത്? ഞാൻ കുറെ വട്ടം ഞങ്ങൾ കമന്റ് അടിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ കമന്റ് ചെയ്യാൻ നോക്കിയപ്പോൾ പറ്റിയിട്ടില്ല. ഞങ്ങളെ കമന്റ് അടിച്ചിട്ട് തന്നെ ഇഷ്ടം വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. നമ്പർ അപ്പോൾ തന്നെ എടുത്ത് ഒരുപാട് തവണ വിളിച്ച് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് വിളിച്ച് അവസാനം നമ്മൾ ഈ പണിയെടുക്കണതിൻ്റെ കുറച്ച് അപ്പുറത്താണ് എൻ്റെ വീട് കാരണം. ഏകദേശം ഒരു 30 കിലോമീറ്റർ ഉണ്ട്. എന്നാലും ഞങ്ങളോട് പക്ഷേ പറഞ്ഞത് ഞങ്ങളെ വീടിൻ്റെ ഇതിൻ്റെ പണിയെടുക്കണതിൻ്റെ അടുത്താണ് കാരണം. അങ്ങനെ എന്നിട്ട് ഇവൻ പറഞ്ഞിട്ട് ഇവന് ഈ സ്ഥലം നാടൊക്കെ നന്നായിട്ട് അറിയാം, എന്തൊക്കെ പുളിയാണ് ഇപ്പോൾ അടിച്ചതെന്ന് അറിയുമോ. ഇത്രയും പറഞ്ഞിട്ട് ഇവൻ്റെ വീട് ഇവിടുന്ന് ഏകദേശം 10-30 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടുന്ന് ഇവ ഞങ്ങളെ വിളിച്ച സമയത്ത് അന്ന് തന്നെ, അതായത് ഇന്നലെ വിളിച്ച് ഇന്നലെ തന്നെ വന്ന് അത്രയും ആ ഒരു പവർ കാണിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ സാധാരണ കമൻ്റ് അടിക്കുന്ന ആളുകളുടെ അതേ മനോഭാവമാണ് ഇവർ ഇന്നലെ ഉണ്ടായിരുന്നത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കുക എന്നുള്ള ലെവലിൽ തന്നെയാണ് സംസാരിച്ചിരുന്നത്. ലാസ്റ്റ് കിടന്ന സമയത്ത് ക്യാമറയിൽ കണ്ട വിഷ്വൽസ് കണ്ടിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. സത്യം പറയാം അവിടുന്ന് ഇവിടെ വന്ന് കിടന്ന് സത്യം പറയാം ഇവിടെ പോക്കുവരവ് അങ്ങനെയുള്ള സംഭവം ദേവികള് കേട്ടിട്ടുണ്ട്. അതില് വിശ്വാസമുള്ളവനാണ് ഇതിന്റെ ഉള്ളിൽ വന്ന് പ്രേതല്ല, അത് പോക്കുവരവാ. അത് മീൻസ് ഈ ദൈവങ്ങളാണ്. അതായത് ഇപ്പോഴത്തെ അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തെ അമ്പലത്തിൽ പാസ് ചെയ്യാം. അത് മീൻസ് ഹനുമാന് അങ്ങനെയുള്ള കുറച്ച് ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ. അവന്മാര് ആ അപ്പുറത്തെ അമ്പലത്തിൽ നിന്ന് ഇപ്പുറത്തെ അമ്പലത്തിൽ പാസ് ചെയ്യാം അങ്ങനെയുള്ള സീനുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് ഈ വൃത്തിയിലാണ്ടൊക്കെ കിടക്കൂലേ, മീൻസ് മറ്റുള്ളവർക്ക് ബന്ധപ്പെട്ടിട്ടൊക്കെ കിടക്കുമ്പോ അവരെന്താവുക പെട്ടെന്ന് ആവശ്യം വരും. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ വിശ്വാസമുള്ള ഒരാളാണ് ഇന്നലെ ഞങ്ങളെ വെല്ലുവിളിച്ചിട്ട് ഈ റൂമിൽ വന്ന് കിടക്കണത്. ഈ പറഞ്ഞത് ഓക്കെയാണ്. അതായത് ഇപ്പോ നിനക്ക് ഇതിലൊന്നിനും വിശ്വാസമില്ല, ഈ പോക്കുവരവര് സംഭവങ്ങളിൽ ഒന്നിനും വിശ്വാസം ഇല്ലാണ്ടെങ്കിൽ നീ ഇവിടെ വന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ അംഗീകരിച്ചിരുന്നു. കാരണം ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ല. ഒരു കാര്യപ്പാടുണ്ട്, വന്ന് കിടന്നതിന്റെ ശേഷമാണ് പിന്നീടാണ് സംഭവത്തിന്റെ ശേഷമാണ് ഈ പോക്കുവരന്റെ കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ രാത്രി മനസ്സിലായി. അത് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്, അച്ഛനമ്മൊക്കെ പറഞ്ഞിട്ടുള്ളത്. അല്ല ഈവനിങ്ങിൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാല് എടാ എന്തെങ്കിലും കണ്ട് പേടിക്കൂട്ടാ, അത് കണ്ട് പേടിക്കൂട്ട, അത് കണ്ട് പേടിക്കൂട്ട. ഇത് പൂച്ചനെ നേരെ കണ്ടിട്ടല്ലേ പേടിക്കണേ. മീൻസ് എന്തേലും ഒരു രൂപ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വല്ല ദൈവത്തിന്റെ എന്തെങ്കിലുമൊക്കെ രൂപം കണ്ടു കഴിഞ്ഞിട്ട് പേടിക്കണ്ടവാ. പക്ഷെ അങ്ങനെ അച്ഛനമ്മൊക്കെ പറയാറുണ്ട് എന്നല്ലാതെ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ രാത്രി ഇപ്പൊ 2 മണി 3 മണിയൊക്കെ ആകുമ്പോ ഞാൻ വീടിന്റെ സൈഡിലൊക്കെ കിടക്കണം. അവിടെ മീൻസ് വീടിന്റെ സൈഡിൽ തന്നെ കാവുകളും കാര്യങ്ങളൊക്കെ ഉള്ള. ഇപ്പൊ നമ്മള് എന്താ പറയാ, ഒരു 2 മണി 3 മണി സംഭവം ചെറിയ ചെറിയ ഇൻകത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പേടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾക്ക് ആരെയൊക്കെ കാര്യത്തിൽ എടുത്തിട്ടില്ല. മീൻസ് വീടിന്റെ അതിൽ കൂടെ വരുമ്പോ പെട്ടെന്ന് ഒരു കറുത്ത പൂച്ച നൽകിയിട്ട് ഒരൊറ്റ പാസിങ്ങാ. പക്ഷെ നമ്മളത് കാര്യാക്കാറില്ല, പൂച്ചല്ലേ. പക്ഷെ അതിലും എന്തോ ഉണ്ട്, എന്തോ ഒരു കൃതിന്റെ നോക്കണം മറ്റുള്ളവർ പറയണം. ശരിക്കും ഇപ്പോഴത് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ ഈ റൂമിൽ കിടന്നിട്ട് എന്തെങ്കിലും കിടന്നിട്ട് അത് ഞങ്ങൾക്ക് അത് മാത്രമേ അറിയുള്ളൂ. ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാരണം ഇന്നലെ വീഡിയോ ചെയ്ത സമയത്ത് ഈ ഞങ്ങളെ ഒന്നല്ലാതെ ആക്കണ പോലെയാണ് അത് സംസാരിച്ചത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പറഞ്ഞ സത്യം പറഞ്ഞ അങ്ങനെ ആയിരുന്നു. അത് ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇവിടെ കിടന്നതിന് ശേഷം പിന്നെ എന്താ പറയാ, ഭയങ്കര ഒരു ഇനി റൂമിൽ എടുക്കാനുള്ള ഒരു ഇതില്ല എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ ഒരാളാണ് ഇവൻ. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ കേട്ടോ. കാരണം നമുക്ക് കുറേ ആളുകളിലേക്കൊന്ന് ഇതാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പോഴും വിശ്വസിക്കാത്തവർ വിശ്വസിക്കേണ്ട, വിശ്വസിക്കേണ്ടവർ വിശ്വസിക്കുക, എന്തായാലും കുഴപ്പമില്ല. വിശ്വസിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിനിമാ കഥ കാണും പോലെ കണ്ടിരുന്നാൽ മതി.
അല്ലേ? വേറെ ഒന്നും വേണ്ട. തീരെ വിശ്വസിക്കാത്ത ഒരാളാണ് ഈ വന്ന് നിന്നിട്ടുള്ളത്. ഇന്നലത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എൻ്റെ ഊർജ്ജം എത്രത്തോളമായിരുന്നു. 5000 രൂപ ചോദിക്കുന്ന സമയത്ത് ഇവൻ ചാടുകയാണായിരുന്നു അല്ലേ? സത്യം, അങ്ങനെ ചാടുകയാണായിരുന്നു. ഇപ്പൊ 5000 കൊണ്ടുപോകാന്നുള്ള ലെവലിലാണ് അവൻ വന്നത്. അങ്ങോട്ട് പോയേ, അവിടെ ഓടിയെത്തിയാ? കാരണം അവിടെ ക്യാമറ ഇല്ലട്ടാ. ഇല്ല, അങ്ങോട്ട് ഓടിത്തണ മുന്നേ തന്നെ ഇവിടുന്ന് എന്തൊരു സാധനം വന്നു കഴിഞ്ഞിട്ട് എന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് അടിച്ചു. എന്നറിയാൻ പാടില്ല, പെട്ടെന്ന് അങ്ങോട്ട് എത്തുമ്പോ തന്നെ അവിടെ ഓർഡർക്ക് എത്തുമ്പോ തന്നെ പെട്ടെന്ന് ഒരു സാധനം വന്നിട്ട് എന്നെ ഇങ്ങോട്ട് തന്നെ വലിച്ചിട്ടു. ഇങ്ങോട്ട് വലിച്ചിട്ടു. അപ്പൊ ഞാന് ശ്വാസം പോണ പോലെ എന്തെങ്കിലും ഉണ്ടായോ? ശ്വാസം കിട്ടിയൊന്നുമില്ല. ചങ്കിടർന്ന പോലെ, സംസാരിക്കാൻ പോലും ചങ്കിന് വെള്ളം പറ്റുന്ന പോലെ. അതായത് ഈ സംഭവങ്ങൾ അവനുണ്ടായതാണ്. അന്ന് രാത്രി വെള്ളം പറ്റില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, വിളിക്കാൻ പറ്റില്ല. ഒരാളെ ആരെങ്കിലും വിളിക്കാൻ വേണ്ടിട്ട് തോന്നിയിരുന്നു? തോന്നിയിരുന്നു, പക്ഷെ ആരെ വിളിക്കാനാ, എനിക്ക് സൗണ്ട് വരുന്നില്ല. ഞാന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് സൗണ്ടും ഇല്ല, ക്യാമറയിൽ ഒരു സൗണ്ട്. അതായത് അന്ന് രാത്രി പോകാൻ കിടന്നപ്പോഴും ഉണ്ണിക്ക് സൗണ്ട് പുറത്തേക്ക് വന്നിട്ടില്ല. ഉണ്ണിക്ക് ശ്വാസം കൊണ്ട് കഴുത്തിൽ ഇവിടെ ആരോ പിടിക്കണ പോലെ അങ്ങനെയാണ് ഉണ്ടായത്, ഉണ്ണിക്ക് ഉണ്ടായത്. പക്ഷെ എന്റെ കഴുത്തിനല്ല, എന്റെ ഷർട്ട് പിടിച്ച് നൈസായിട്ട് വലിച്ചു. പിന്നീട് ഞാൻ കണ്ണുറന്നപ്പോ പെട്ടെന്ന് കാല് പിടിച്ചാ വിളിച്ചു. പക്ഷെ എന്താണെന്നുള്ളത് എനിക്ക് സത്യമായിട്ട് മനസ്സിലായില്ല. എന്താ കാല് പിടിച്ചാൽ ഇക്കപ്പാടെ നിക്കാൻ തന്നെ പേടിയുണ്ട് സത്യം പറഞ്ഞ. ഇനി എങ്ങാനും വല്ല പിടിച്ച് കഴിഞ്ഞിട്ട് അമ്മങ്ങനെ മരിച്ചു പോയാൽ കഴിഞ്ഞ. ഇതാണ് അവസ്ഥ. അപ്പൊ ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ കാര്യം എന്താ വെച്ചാല്, നമ്മളെ ബാലേട്ടൻ പറഞ്ഞ പോലെ നമ്മളെ ഭദ്രകളുടെ ക്ഷേത്രത്തിൽ പോയിട്ട് പൂജിച്ചു കൊണ്ടുവന്ന ആ ഒരു പുണ്യാഹം നാരങ്ങ, ഇത് രണ്ടും നമ്മൾ ഈ റൂമിൽ വെച്ചിട്ട് എന്താണ് അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിയാൻ പോണത്. ഇതൊക്കെ ചിലപ്പോൾ ഞങ്ങളുടെ തോന്നലായിരിക്കും കേട്ടോ. കാരണം ഇവന് ഏകദേശം ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരാളാണ്. അല്ലടാ, തോന്നലല്ല, ഈ ഇപ്പഴാ മനസ്സിലാവണ ഭൂമിയിലുള്ള സംഭവം അതല്ല. ഈ വന്ന സമയത്ത് അതിന്റെ മനസ്സിൽ കയറാൻ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പൊ ആ ഒരു ഇതും പിന്നെ ഈ റൂമിന്റെ വീഡിയോ കണ്ട ഒരു പേടി, ഇത് കൂടെ ചിലപ്പോൾ രാത്രി സമയത്ത് ചിലപ്പോൾ ഒരു സംഭവം തോന്നലായിട്ട് വന്നതായിരിക്കാം. നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. അവസാനം ബാലേട്ടൻ പറഞ്ഞ കാര്യം ചെക്ക് ചെയ്താലാണ് ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ അല്ലേ? തോന്നലൊന്നല്ല, ഇനി ഞാൻ മാത്രമായിട്ട് കണ്ട സ്വപ്നമാണെന്നുള്ള എനിക്കറിയില്ല കേട്ടാ. പക്ഷെ ഇതൊരു തോന്നലായിട്ട് എനിക്ക് തോന്നണില്ല. പക്ഷെ അന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നുള്ള എനിക്ക് കറക്റ്റായിട്ടുണ്ട് കിട്ടണില്ല എന്താന്നുള്ളത്. പെട്ടെന്ന് എന്തോ തലക്കടിച്ച പോലെ എനിക്ക് തോന്നിയത്, അതിനെന്റെ ബോധം പോയി. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിന്ന് നമ്മളെ നാരങ്ങ കൂടി ഇവിടെ വെച്ചിട്ട് ഒരു അവസാന ഘട്ട പരീക്ഷണം നമ്മൾ നടത്തും.